ഇന്ന് നമുക്കിവിടെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം. ഓടാ കുറച്ച് കഴിഞ്ഞ് ചെറുതായി ബ്ലഡൊക്കെ വരും ചിലപ്പോൾ. കയ്യൊക്കെ ഒരു വിധം മരവിച്ചു തുടങ്ങി കേട്ടോ. ക്ഷീണിതനായ ഇന്ന് നമുക്കിവിടെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം. ഫുൾ മഞ്ഞാണ് കേട്ടോ. ഒരു -20 വരെയൊക്കെ ഫീൽ ലൈക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ -15 അങ്ങനെ എന്താണ്, പക്ഷെ നമുക്ക് ഒരു -20 ഒക്കെ ഉള്ളത് പോലെ ഇവിടെ ഫീൽ ചെയ്യും. ഈ ഒരു എന്താ പറയുക സ്ട്രീറ്റിൽ കൂടി അവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടേക്ക് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. സമ്മറിലൊക്കെ കാണുന്നേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ റോഡൊന്നും കാണാനില്ല എന്നാണ് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്നിട്ട് ഇത്രയധികം ഡ്രസ്സിങ്ങോട് വേണം നമ്മളൊന്ന് പുറത്തിറങ്ങി. ക്യാപ്പ്, നല്ലൊരു വിൻ്റർ ജാക്കറ്റ്, കാലിന് കറക്റ്റായിട്ട്, പക്ഷെ നല്ല കട്ടിയുള്ള വിൻ്റർ ജാക്കറ്റാണ്. പിന്നെ ഇപ്പം അങ്കിൾ ബൺ പോലെ എനിക്ക് തോന്നണേ. അങ്ങനെ കോട്ടും ജാക്കറ്റും ഒക്കെ തള്ളി കയറ്റി പുറത്തിറങ്ങിയപ്പോൾ അത് രണ്ടും ഒന്നാണല്ലോ അല്ലേ. കോട്ടും ബൂട്ടും തള്ളി കയറ്റി പുറത്ത് ചെന്നപ്പോൾ കാണുന്നത് കുറേ മലകൾ. വെറും മലകളല്ല, മഞ്ഞുമലകൾ. മഞ്ഞിലൂടെ പതുക്കെ പതുക്കെ നടന്ന് പുറത്തെത്തിയപ്പോൾ കാറും മഞ്ഞിൽ മൂടി കിടക്കുന്നു. ഒരാളവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മഞ്ഞിപ്പോഴും വീണുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇതിങ്ങനെ മലയായിട്ട് മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞത് ആ സൈഡിൽ നോക്കിയപ്പോൾ മരത്തിലും മഞ്ഞ് ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് നടക്കാറിങ്ങാം. ഇനി ഈ മഞ്ഞൊക്കെ മാറി പഴയ അവസ്ഥയിലെത്തണമെങ്കിൽ കാലം എത്ര എടുക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയണം കേട്ടോ. ഓടാ ആര് പറഞ്ഞു പോവില്ല? പോണ്ടല്ലോ താഴേക്ക്. ഒത്തിരി പോവും. നീ വല്ലാതെ പേടിച്ച് നടക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം മഞ്ഞത്തുള്ള നിപ്പും നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഫോട്ടോസ് ഒന്നും തന്നെ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ശരിക്കും പോസ് ചെയ്തതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം സ്ട്രീറ്റിൽ കൂടിയും ഒരു പാർക്കുണ്ട് അടുത്ത്, അവിടേക്കൊന്ന് നടന്നിട്ട് വരാമെന്ന്. എന്നെക്കാളും കുറേ മുമ്പേ തന്നെ നല്ല സ്പീഡിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളുണ്ടല്ലോ. ഇതാ യൂ ടേൺ എടുത്ത് തിരിച്ചു വന്നു. ഞാൻ നോക്കിയപ്പോൾ മഞ്ഞൊക്കെ കുറേ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു മഞ്ഞ് തിരിച്ച് റോഡിലേക്ക് തള്ളിയിടാനാണെന്ന്. പക്ഷെ അതല്ലായിരുന്നു കേട്ടോ. ചുമ്മാ എല്ലാവരെയും പോലെ തന്നെ ഇതാ മഞ്ഞ് കളിക്കാനുള്ളൊരാഗ്രഹം മാത്രമാണ്. കണ്ടോ, മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ബാക്കിൽ 2 സ്ത്രീകൾ അവിടെ ഇരുന്നതൊക്കെ വൃത്തിയാക്കണ കാണാം. കണ്ടോ, ഷവലെടുത്ത് അത് മുഴുവൻ വൃത്തിയാക്കണ കാണാം. ഫുള്ളും മഞ്ഞിൽ മൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലൊക്കെ കാണാം അത്ര ഹൈറ്റിലാണ് മഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. 1-2 ദിവസത്തെ അക്യുമുലേഷനാണ്. പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരുപാട് ഹൈറ്റ് വന്നിട്ടുണ്ട്. റോഡൊന്നും കാണാൻ തന്നെയില്ല. റോഡിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് തന്നെയാണ്. വണ്ടികൾ അങ്ങിങ്ങായിട്ട് 1-2 മാത്രം വല്ലപ്പോഴും പോയാലായി. അല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക്കുള്ള ഏരിയ അല്ല, കാരണം ഇതൊരു 3 റെസിഡൻഷ്യൽ ഏരിയ ആണ്. പക്ഷെ എന്നാലും വണ്ടികൾ അത്യാവശ്യം പോകാറുണ്ട്. ഇതിപ്പോൾ എല്ലാ വീടുകളിലും ഒരുവിധം കാറ് കിടക്കുന്നുണ്ട്. ആർക്കും വലിയ എടുക്കാനൊന്നും താല്പര്യമില്ല തോന്നുന്നു. ഇതൊരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, കനേഡിയൻസ് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം മഞ്ഞ് ഇങ്ങനെ ഒരുമിച്ച് വീഴുന്നത്. നമ്മളിപ്പോൾ എല്ലാ വീട്ടുകാരും നന്നായി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല.
അത്രയും പ്രകൃതിയുടെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ കാണാനുള്ള അതേ ഒരു ഭംഗിയാണ് ഇവിടെ ഈ നാട്ടിൽ മഞ്ഞ് വീഴുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാനഡ എന്ന് പറയുമ്പോൾ തന്നെ മെജോറിറ്റി ആൾക്കാർക്കൊക്കെ ഓർമ്മ വരുന്നൊരു കാര്യം മഞ്ഞ് തന്നെയാണ്. എത്ര അധികം മഞ്ഞാണ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഇത്രയും മഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ മരത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാത്തപ്പോൾ നല്ല പച്ച കളറിലും, അത് കഴിഞ്ഞാൽ വിൻ്റർ വരുമ്പോൾ ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, പിന്നിൽ തന്നെ ഇല്ലേ വഴിയിൽ എവിടെയെങ്കിലും വീണോ എന്നുള്ളത്. ഒരിക്കൽ ഞാൻ വന്ന ടൈമിൽ കേട്ടോ, വന്ന വർഷം പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ നടന്നിട്ട് രാവിലെ ജോലിക്ക് പോകുമായിരുന്നു. ആ നേരത്തെ പുറത്തിറങ്ങിയതും അയ്യോ എന്നുള്ളൊരു ശബ്ദം കിട്ടുമെന്നാണ് മനു പറഞ്ഞത്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ താഴെ കിടക്കുന്നുണ്ട്. മുമ്പിലൊന്നും നോക്കിയിട്ട് ബാക്കിൽ നോക്കിയിട്ട് ആളെ കാണാനില്ല, നോക്കിയപ്പോൾ ഞാൻ താഴെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് എഴുന്നേക്കാൻ പട്ടൊരുപാട്. കാരണം ഈ മഞ്ഞല്ല, അത് മഞ്ഞിങ്ങനെ ഉറച്ചിട്ട് ഐസായി മാറിയിട്ട് നമ്മൾ സ്ലിപ്പാവുന്നതാണ്. അത് സ്ലോപ്പുമായിരുന്നു, നല്ല സ്ലിപ്പായിപ്പോയി. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കണ്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ കുറച്ചായിട്ട് വെള്ളം വരാൻ തുടങ്ങും. അതും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കുറേയൊക്കെ യൂസ്ഡ് ആയി. ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചെറുതായി ബ്ലഡൊക്കെ വരും. ചിലപ്പോൾ കൈ പുറത്തിട്ടിട്ട് കുറച്ച് നേരം, ഇനി ഇത്തിരി നേരം ഗ്ലൗസിലിട്ടോട്ടെ. എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, കേറട്ടെ? വീഴോ? വീണാളെ കിടന്നോളൂ, കുഴപ്പമില്ല. എന്താ എത്രയുണ്ട് അത് കാലേക്കുമ്പോ താഴെ നോക്കണം. അറിയണ്ടേ അമ്മ അത് കുഴിയടാ, ഇത്രയും കുഴിയാണ് നോക്ക്. നിന്റെ ഉള്ളിൽ തിരിച്ചു വരാൻ പറ്റില്ലേ? എത്രയുണ്ടോന്ന് ഞാൻ പോയതാണ്. ആ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? രാവിലെ തൊട്ട് പറയുകയാണ് നമുക്ക് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരിക എന്നുള്ളത്. അപ്പോഴത്തെ ചൂടിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ പോകേണ്ട നേരമായപ്പോൾ പോകണ്ടെന്നായി. തണുപ്പൊക്കെ ഇല്ലേ പുറത്ത്. അപ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക് ഇവിടെ വരെ വന്നൊന്ന് കറങ്ങിയിട്ട് വന്നു. അതാണ് ആ ഡയലോഗ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൽ കൂടെ ആൾക്കാർ പോകുന്നു. പോയതായിരുന്നു ഞാൻ രാവിലെ വന്നപ്പോൾ. പിന്നെ വീണുണ്ടാവും അല്ലേ? രാവിലെ നടന്ന വഴി അതിലായിരുന്നു. ശരി, ഇതൊക്കെ ആരും നടക്കുക എന്തോ ചെയ്തിട്ടുണ്ട് നോക്ക് കണ്ടോ. അതിപ്പോ നീ ബാക്കിലേക്ക് നോക്കിയൊക്കെ നീ വന്ന വഴി, ഞാൻ വന്ന വഴി ശരിക്കും അറിയാലോ. ഇത് മുമ്പ് നടന്നിട്ട് രാവിലെ ആരെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് മൂടിയുണ്ട്. 2 മണിക്കൂർ കൂടി ഉള്ളത് കഴിഞ്ഞു. ഈ മഞ്ഞ് പോവാൻ പക്ഷെ നേരം എടുക്കില്ല. അത്രയില്ല. സമ്മറായി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ ഫുൾ പച്ചപ്പല്ലേ. കിടക്കട്ടെ എന്റെ മേലെ. എന്റെ ശരിക്കും കിടന്നാലോ? കിടക്കട്ടെ? അയ്യോ കിടക്കേണ്ടി വന്നില്ലടാ, അല്ലാണ്ട് തന്നെ വീണു. അത് കൊള്ളാം. അയ്യേ ഞാൻ എന്റെ മുഖത്തൊക്കെ എല്ലാം ഉദ്ദേശിച്ച് വീണു. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ ഉദ്ദേശിച്ചതേ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇടാനായിരുന്നു.
ഇതൊന്നും കണ്ടൊന്നും തോന്നണ്ട കേട്ടോ. മഞ്ഞിൽ കുറേ നേരം നടക്കും കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിളി പോകുന്നതാ. ഇതാണ് ഇവിടെ നടക്കാനൊക്കെ വരാറുള്ള ഞങ്ങളുടെ അടുത്തുള്ളൊരു പാർക്ക്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്ന പോലെയാണോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. വായൊക്കെ അത്രയും നമുക്ക് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. നാവൊക്കെ ഇങ്ങനെ ഇട്ടുന്ന പോലെ തോന്നും തണുത്തിട്ട് കേട്ടോ. അപ്പം ഒരുപാട് കാറ്റില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഈ തണുപ്പത്ത് നിൽക്കാനൊക്കെ. കാണാനുള്ള ഭംഗിയാണ്, പക്ഷെ അത് അനുഭവിക്കുമ്പോൾ ഒരുപാട് നേരം നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്കൊക്കെ ഓക്കെ. അപ്പോൾ ആ കാണുന്ന മരത്തിലൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ള കളറുള്ള പൂക്കൾ പോലെയാണ് നമുക്ക് കാണുമ്പോൾ. ഇതൊക്കെ അടുത്തുള്ള ചെടികളാണ്. ഇത് മുഴുവൻ മഞ്ഞിൽ മൂടി കിടക്കുന്ന കണ്ടോ. ഞങ്ങൾ കുറച്ച് നേരം ആ പാർക്കിൽ നടന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ആ നടത്തത്തിൻ്റെ ബാലൻസൊക്കെ നമുക്ക് ഒരുപാട് പോവും കയ്യിൽ ഫോണും വെച്ച് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തൊക്കെ അവസാനിപ്പിച്ച് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ എന്താ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ്റെ മുഖമൊക്കെ ആകെ ചുവന്നു. ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, പക്ഷെ അവന് പറഞ്ഞ ചുവന്ന ആകെ ഇതായിട്ടുണ്ട് എന്നാണ്. ചൊക്ക വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പിങ്ക് കളറിലായിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് പോലും നമുക്ക് തണുപ്പ് വന്നൊരവസ്ഥയാട്ടോ. നല്ല തണുപ്പാണ്. ഒരുപാട് നേരമൊന്നും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇതിൽ കുറേശ്ശെ എൻ്റെ മൂക്കൊക്കെ അറിയുന്നുണ്ട്. ഒരു ചുവപ്പ് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നല്ല മഞ്ഞുണ്ട്, അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മൂക്കൊക്കെ. ഇങ്ങോട്ട് വന്നപ്പോൾ വീടിൻ്റെ ചൂടിൽ നിന്ന് ഇറങ്ങിയ നേരം ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു പോകുമ്പോഴേക്കും അത്യാവശ്യം കൊടും മഞ്ഞ് തന്നെയായിട്ടുണ്ട്. കയ്യൊക്കെ ഒരുവിധം മരവിച്ചു തുടങ്ങി കേട്ടോ. ഇനി എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തണം എന്നാണേ ഉള്ളൂ. പുറത്തേക്കൊക്കെ വല്ലാണ്ട് കാറ്റും മഞ്ഞും കൂടി അടിക്കുന്നുണ്ട്. കണ്ണൊന്നും കാണുന്നില്ല. കൈയൊക്കെ അത്യാവശ്യം തരിച്ചു തുടങ്ങി കേട്ടോ. ഇല്ലേ, തോന്നണില്ലേ? ഈവൻ കാല് വരെ എനിക്ക് ഇത്രയും കാലം കാനഡയിൽ ഇങ്ങനെ നടന്നിട്ടും ഇതൊരു 4ാമത്തെ വിൻ്ററാണ്. എന്നിട്ട് പോലും എനിക്ക് കാലിൽ തരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാലിൻ്റെ ഉള്ളിലേ ഇത്രയും ഈ ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഇത്തവണ കുറച്ച് മരവിച്ചു തുടങ്ങി. അപ്പം ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് ഒന്ന് വന്ന് ചേർന്നാൽ മതി. കേട്ടില്ല? ആ അതെ, എനിക്ക് -20 ആണോ എന്ന് കൂടി ഡൗട്ടുണ്ട്. കാരണം -20 ഇതിന് മുമ്പും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഫീൽ ലൈക്ക് ഇത്ര മഞ്ഞുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഫീൽ ലൈക്ക് കുറച്ചും കൂടി കടുപ്പാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരാള് പുറത്തില്ല കേട്ടോ, അനാവശ്യമായിട്ടൊരു മനുഷ്യൻ പുറത്തില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി ആകെ കുറച്ച് പേര് പുറത്തിറങ്ങി നിൽക്കുന്നത് ഇതാ മഞ്ഞ് വൃത്തിയാക്കാനും എനിക്ക് തോന്നുന്നു കാറ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അത് വറക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ മാത്രമേ പുറത്തുള്ളൂ ആകെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. കാറെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഞങ്ങൾക്ക് അപ്പോൾ ഒരാൾ കണ്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ.
ഷവലെടുത്ത്, അല്ലാണ്ട് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ക്ഷീണിതനായ ഗ്യാപ്പ് ഇട്ട് നിർത്തി ചെയ്താൽ മതി, നിർത്തി ചെയ്താൽ മതി. ഏതാ? ആ വലുതല്ലേ? എവിടെയാ ഇരിക്കണേ? കാറിലോ? ഞാൻ ഇതെടുത്തിട്ട് വരട്ടെ എന്നാ. ആ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പുറത്തുനിന്ന് തുറന്നു തരും, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇതെങ്ങനെയാ തുറക്കുക? അല്ല, ഇതിന്റെ കളയണ്ടേ ഗ്ലാസ്സിലെ? കാറിന്റെ കണ്ടോ? കാറിന്റെ സൈഡില് താക്കോൽ എടുത്ത് വന്നാൽ മതിയോ? താക്കോൽ എടുത്തിട്ട് വന്നാൽ മതിയോ? ആ, കുറച്ചേരം നിന്നോ, ഒരു സുഖം കിട്ടും. ഓക്കെ, ഒരുമിച്ച് ഇത്രയും തണുപ്പ് താങ്ങില്ല. മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ, പിന്നെ തന്നെ പോരുണ്ടോ? അമ്മേ, പല വിധാനം വീടിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. പുറത്ത് പോയി കാപ്പി കുടിക്കാനുള്ള മോഹമൊക്കെ ആ തണുപ്പിന്ന് ചൂടിലേക്ക് കയറിയപ്പോഴുള്ള സുഖത്തിൽ പോയിട്ടാണ്. അപ്പം ഇങ്ങോട്ട് മുള്ള ഇവിടെ തന്നെ ഞാൻ തന്നെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുക. അല്ലാണ്ട് പുറത്ത് പോയുള്ള കാപ്പി കൂടി ഒന്നും ഇനി അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. സംഭവം കാണാനൊക്കെ ഭംഗിയാണെങ്കിലും ഉള്ളിൽ കയറുമ്പോൾ ചൂടടിക്കുമ്പോൾ ഇടുന്നൊരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴുത്തൊക്കെ നല്ല കവേർഡ് ആയതുകൊണ്ട് കഴുത്തിലേക്കൊന്നും തണുപ്പടിച്ചില്ല. പക്ഷെ കൈയും കാലും, കൈ പ്രത്യേകിച്ചും കൈയൊക്കെ കണ്ടോ പിങ്ക് കളറിലായിരുന്നു. അപ്പോൾ പുറത്തേക്കുള്ള പോക്കൊക്കെ ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടിരിക്കാം. ഇന്ന് ബെഡ്ഷീറ്റൊക്കെ കഴുകാട്ടു. അപ്പോൾ നമുക്ക് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാം. കുറച്ച് തുണികൾ ഞാൻ കഴുകാട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഡ്രയറിൽ നിന്ന് എടുത്ത് അതൊക്കെ മടക്കി വെക്കാം. അപ്പോൾ അതെ, ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തൊന്ന് വിരിക്കട്ടെ കേട്ടോ. ഈ ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത്ര നാളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്ക് മാറ്റിയിട്ട് നോക്കാം. ഉള്ള 2 ബെഡ്ഷീറ്റ് മാറ്റിയിടലാണ് പതിവ്. അപ്പോൾ ഇന്ന് പുതിയതെടുത്ത് നോക്കാം. എല്ലാ ആഴ്ചകളിലും, അതായത് വീക്കെൻഡുകളിൽ നമ്മുടെ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നമുക്ക് ഡ്രയറിലിട്ട തുണി എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ബ്ലാങ്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നനവും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡ്രയറിലിടാം. അങ്ങനെ ടിം ഹോട്ടൻസിൽ പോയി കാപ്പി കുടിക്കാനുള്ള പ്ലാൻ വേണ്ടാന്ന് വെച്ചോടെ വീട്ടിൽ തന്നെ ആക്കി കേട്ടോ കാപ്പി കുടി. ഒരു ചൂടുള്ള കാപ്പി ഇങ്ങനെ ഊതി പണ്ട് നമ്മുടെ ഗുപ്തം പറഞ്ഞ പോലെ കുടിക്കുകയാണ്. ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് അതിനിടയിൽ ഒരാൾക്ക് സംശയമല്ല, എൻ്റെ അടുത്ത് പറയാണ്, തൃശ കല്യാണം കഴിച്ചില്ലല്ലോലേന്ന്. അങ്ങനെ കുറച്ച് നടത്തു, കുറേയേറെ വർത്തമാനങ്ങളുമായി ഒരു കൂൾ ഡേ കഴിഞ്ഞു.